കാലവർഷം പടിവാതിൽക്കൽ എത്തിയിട്ടും ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ അനാസ്ഥ തുടരുക തന്നെയാണ് സംസ്ഥാന സർക്കാരും ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം. കോളറയും മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ആശങ്ക സൃഷ്ടിച്ചിരിക്കെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ കൊച്ചി നഗരസഭയിലടക്കം ഗുരുതര വീഴ്ചയാണ് സംഭവിക്കുന്നത്. കോടികൾ ശുചീകരണത്തിന് മാറ്റിവെക്കുമ്പോഴും കൊച്ചി നഗരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഒട്ടാകെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് കോടികൾ ചെലവഴിക്കുമ്പോൾ ഈ കാലവർഷം പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ നിന്നുള്ള കാഴ്ചകളാണ് പരിശോധിക്കുന്നത്. ഇവിടെ പെരുമ്പടപ്പ് പ്രദേശത്തെ മാലിന്യം നിറഞ്ഞ ഒരു തോടാണ്. ഇവിടെ കുടിവെള്ള പൈപ്പ് പോകുന്നത് നമുക്ക് കാണാം. കുടിവെള്ള പൈപ്പ് ആ മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കൊതുകുകൾ മുട്ടയിട്ട് നിൽക്കുന്ന കാഴ്ച ഇത്രത്തോളം ഭീകരമായി. ഇപ്പം നമുക്കറിയാം, കോളറയും അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും എല്ലാം വലിയ രീതിയിൽ ആശങ്ക ജനിപ്പിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്ര ഉദാസീനതയോടുകൂടി മഴക്കാലപൂർവ്വ ശുചീകരണത്തെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും സമീപിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു മാലിന്യം അത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അടുത്ത വീടുകളിലേക്ക് കയറും, അവിടുത്തെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ലയിക്കും. ആ രീതിയിൽ ഭീഷണി ഉണ്ടാവുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ കുടിവെള്ള പൈപ്പ് ലൈൻ ഇതിൽ മുങ്ങിക്കിടക്കുമ്പോൾ നിരവധിയിടത്ത് പൈപ്പ് പൊട്ടിപ്പോകുന്നത് നമുക്ക് കാണാം. അത് പരിഹരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ മാലിന്യവും അതിലേക്ക് കലരുകയാണ്. ഇത് എത്രത്തോളം ഭയാനകമായ അവസ്ഥയാണെന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. നമുക്ക് ഇവിടെ ഒരു മുതിർന്ന ഡോക്ടറും നമുക്ക് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എത്രത്തോളം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്, അതിലുപരി ഡെങ്കിപ്പനിയൊക്കെ എത്രത്തോളം ഇവിടെ പകർന്നു പിടിക്കാറുള്ള ഒരു പ്രദേശം കൂടാണ്. ഉണ്ട്, വളരെയധികം കേസുകളുണ്ട്. പക്ഷേ അത് സർക്കാർ ശരിക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ആയതുകൊണ്ട് അത് കണക്കിൽ പെടില്ല. പക്ഷേ ആവശ്യത്തിനുള്ള കേസ് ജോണ്ടിസ്, മഞ്ഞപ്പിത്തം ഒക്കെ ഉണ്ട് അത്യാവശ്യം. മിക്കവാറും ലൈനിൽ കൂടെയൊക്കെ അഴുക്ക് വെള്ളം കയറുന്നുണ്ട് മിക്ക സ്ഥലത്തും. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പറഞ്ഞാൽ തന്നെ അവർ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാളോട് ചോദിക്കുമ്പോൾ മറ്റാളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര മോശമായി നമ്മുടെ ഈ കാണയും തോടും ഒക്കെ ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ എത്ര വർഷമായി കാണും ഈ തോടൊക്കെ ഒന്ന് ശുചീകരിച്ചിട്ട്? അത് നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടാലുള്ള അവരുടെ ഒരു സമീപനം എന്താണ്? ഇപ്പോൾ ഒരു 5-5.5 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇത് ശുചീകരിച്ചിട്ട്. ഇപ്പോൾ എലിപ്പനിന്നും കൊതുകിൻ്റെ പിന്നെ ഡെങ്കിപ്പനി എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഇതേപോലെ കിടന്ന എലിയും കൊതുകും എല്ലാ പനിയും വരും. ആ അവസ്ഥയിലാണ് മുഴുവൻ കാണാറ്. ഇപ്പം ഇത് ഇത് റോട്ടിൽ കൂടി പോയാൽ കാണാവുന്നതാണ്. ഇടവഴിയിൽ മുഴുക്കാനുള്ള അവസ്ഥ ഇതിൻ്റെ അങ്ങാപ്പുറമാണ്. ഇപ്പോൾ ഇവിടുന്ന് 5-6 സ്ലാബ് വിട്ടാണ് ഓരോ ചെളി കോരിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഡിവിഷൻ്റെ എല്ലാം കോരാനുണ്ട്. അതുതന്നെയാണ് കൃത്യമായി ഈ മഴക്കാലപൂർവ്വ ശുചീകരണം ഒരു പ്രഹസനമാക്കി മാറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. അതിനെ കൃത്യമായി നിരീക്ഷിക്കാനോ കൃത്യമായി അത് നടപ്പാക്കാനോ ജനപ്രതിനിധികൾ തയ്യാറാകുന്നില്ല, ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല. ഇപ്പം തന്നെ ഇവിടെ ഒരു 5 വർഷവും 4 മാസവുമായി ഇവിടെ ശുചീകരണം നടത്തിയിട്ടെന്ന് പറയുന്നത് എത്രത്തോളം ആഴത്തിൽ ചെളി കിടക്കുകയാണ്. ഈ വെള്ളപ്പൊക്കത്തിന് തന്നെ പ്രധാന കാരണം ഈ ശുചീകരണം നടത്താത്തതല്ലേ? അതെ, ഇത് ശുചീകരണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ട് കുറയും. ഇത് മാത്രമല്ല, ഈ മെയിൻ കാണാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, 5 കൊല്ലവും 4 മാസമായി ഈ മെയിൻ കാണുന്ന മാലിന്യം നീക്കിയിട്ട് അത് തന്നെ തൊട്ട് ഓരോ ഇടവഴിയിലേക്കുള്ളത് ഇത് തന്നെ ചെയ്യുന്നത്. 4 അടി 5 അടി മീറ്റർ 5.5 അടി മീറ്റർ നീളത്തിൽ പണിതിരിക്കുന്ന സ്ലാബ് കോരാനായിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ ഒരു സിസ്റ്റം ഇല്ലാത്ത സമയത്താണ് ഈ വിവരം കേട് കാണിച്ചു വെച്ചേക്കണത്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, വിവരാവകാശ പ്രകാരം നമ്മൾ ചോദിച്ചാൽ ഒരു പക്ഷേ കോരിയിട്ടുണ്ടാവും. ഇത് ഓരോരുത്തും കോരിയിട്ടില്ല. അത്യാവശ്യം കൗൺസിലറെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് അദ്ദേഹം ഫോൺ എടുക്കില്ല. രണ്ടാമതൊരു സ്ലാബ് ഇടിഞ്ഞ് വീണിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കും, വീട്ടിൽ സിമെൻറ്റോ ചരല വല്ലതും ഉണ്ടെങ്കിൽ നമ്മളോട് ചെയ്യാനാണ് പറയണത്. കാരണം ഞങ്ങൾ ചേമ്പങ്കണ്ടൻ ഡ്രീം റോഡിൻ്റെ അങ്ങോട്ട് കയറുന്നത് ഈ മെയിൻ റോഡിലെ വെള്ളം മുഴുവൻ അങ്ങോട്ട് കയറും എന്നതാണ്. അപ്പോൾ അവിടെ ഒരു പൊക്കി കെട്ടുന്ന കാര്യത്തിന് വേണ്ടി ഞങ്ങൾ അവിടുത്തെ കോൺട്രാക്ടറോട് പറഞ്ഞു, അവിടെ മെയിൻ്റനൻസിന് വന്നു. അപ്പോൾ അയാൾ പറഞ്ഞ് കൗൺസിലറോട് പറയാൻ പറഞ്ഞു. കൗൺസിലറോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ സ്വന്തമായിട്ട് വേണമെങ്കിൽ ചെയ്തോ, കോർപ്പറേഷന് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇത്രയും വിവരമില്ലാത്തൊരു അധ്യാപകനായ പിന്നെ നമ്മളെന്താ ചെയ്യണത്? തന്നെയാണ് കൃത്യമായും ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല എന്നത് തന്നെയാണ്. അത് കേവലം ഈ കൊച്ചി കോർപ്പറേഷനിലോ ഈ ഒരു കൗൺസിലിലോ മാത്രമുള്ള പ്രശ്നമല്ല, സംസ്ഥാനത്തുടനീളം തന്നെ നിലനിൽക്കുന്ന വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. ഈ വരുന്ന കാലവർഷത്തിൽ അത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള പ്രധാന കാരണം ഇത്തരം മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ കാണിക്കുന്ന വലിയ അനാസ്ഥ തന്നെയാണ്.